എളുപ്പത്തിൽ ഹമാസിനെ തകർത്ത് ബന്ദികളുമായി തിരിച്ചുവരാമെന്ന് കരുതി യുദ്ധം തുടങ്ങിയ ഇസ്രായേൽ സൈന്യം ഗസയിൽ വിയർക്കുകയാണ്. ഗസ ഇസ്രായേൽ സൈന്യത്തിന്റെ ശവപ്പറമ്പാകുമെന്ന തുടക്കം മുതലെയുള്ള ഹമാസിന്റെ മുന്നറിയിപ്പ് യാഥാർത്ഥ്യമാകുന്ന സൂചനകളാണ് അവസാന ദിവസങ്ങളിൽ പുറത്തുവരുന്നത്. വ്യോമാക്രമണത്തിലൂടെ സാധാരണക്കാരെ കൂട്ടക്കൊല ചെയ്തു മാത്രമാണ് ഇസ്രായേലിനെ എടുത്തു പറയാവുന്ന നേട്ടം. ഇതാകട്ടെ അന്താരാഷ്ട്ര തലത്തിൽ അവരുടെ പ്രതിച്ഛായ തകർക്കാൻ കാരണമായി. ഗസയിൽ ഇതുവരെ 121 സൈനികർ കൊല്ലപ്പെട്ടതായി ഇസ്രായേൽ സൈന്യം ഞായറാഴ്ച അറിയിച്ചിരുന്നു. 2014 യുദ്ധത്തിൽ 66 സൈനികരെയാണ് അവർക്ക് നഷ്ടപ്പെട്ടത്. വെടിനിർത്തലിനു ശേഷം യുദ്ധം പുനരാരംഭിച്ചപ്പോഴാണ് കൂടുതൽ കനത്ത തിരിച്ചടി നേരിട്ടത്. തുരങ്ക ശൃംഖല ഒരുക്കിയും ഭൂപ്രകൃതി കൃത്യമായി പഠിച്ചും ദീർഘകാല പോരാട്ടത്തിന് ആയുധങ്ങളും സന്നാഹങ്ങളും കരുതി വെച്ചുമാണ് ഹമാസ് ഇസ്രായേലിനെതിരെ പോരിനിറങ്ങിയത്. എന്നെങ്കിലും ഒരിക്കൽ ഇസ്രായേൽ സൈന്യം തുരങ്ക ശൃംഖല കണ്ടെത്തുമെന്നും അതിലേക്ക് കയറുമെന്നും അറിയാവുന്ന ഹമാസ് അതനുസരിച്ചുള്ള പദ്ധതികളും ഒരുക്കിയിട്ടുണ്ടാകും എന്നാണ് കരുതുന്നത്. അതുകൊണ്ട് തന്നെ തുരങ്കത്തിലേക്ക് കടന്നാലാണ് യഥാർത്ഥ നാശം തുടങ്ങുകയെന്നും വിലയിരുത്തലുകളുണ്ട്. ഹമാസിനെ തകർക്കുക, ബന്ദികളെ തിരിച്ചു കൊണ്ടുവരിക തുടങ്ങിയ പ്രഖ്യാപിത ലക്ഷ്യങ്ങൾ ഒന്നുപോലും നേടാനും ഇസ്രായേലിന് ഇതുവരെ കഴിഞ്ഞിട്ടില്ല. തങ്ങളുടെ എത്ര പോരാളികൾ കൊല്ലപ്പെട്ടുവെന്ന് ഹമാസ് വ്യക്തമാക്കിയിട്ടുമില്ല. 7000 പേരെ വധിച്ചതായി ഇസ്രായേൽ അവകാശപ്പെടുന്നുവെങ്കിലും അതിന് സ്ഥിരീകരണമില്ല. ഗസയിൽ ഇസ്രായേലിന് ഒരു മുന്നേറ്റവും ഉണ്ടാക്കാൻ കഴിഞ്ഞില്ലെന്നും തുരങ്ക ശൃംഖലയ്ക്ക് മുന്നിൽ എന്ത് ചെയ്യുമെന്ന് ഒരു പിടിയുമില്ലെന്നും ഇസ്രായേൽ സൈന്യത്തിലെ മുൻ മേജർ ജനറലും നേരത്തെ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവുമായിരുന്ന യാക്കവ് അമിദ്രോർ പറഞ്ഞിരുന്നു.